200 സെഗ്മെന്റിൽ ഹോണ്ടയുടെ വാഹനമുണ്ട്. ഇതാണ് CB200X എന്ന് പറഞ്ഞ മോഡലിൽ ഇറക്കിയേക്കുന്നത്. ബാക്കിൽ നിന്ന് ഒറ്റ നോട്ടത്തിൽ വാഹനം നമ്മുടെ ഹോർണറ്റ് മാതിരി ഇരിക്കുമെങ്കിലും ചെറിയൊരു വ്യത്യാസം എൻജിൻ പവറിലാണ്. ഈ കാണുന്നതാണ് വാഹനത്തിൻ്റെ ഫസ്റ്റ് ലുക്ക് എന്ന് പറയുന്നത്. ഫ്രണ്ട് ഏരിയയിൽ തന്നെ നമുക്ക് തുടങ്ങാം. നോർമലി നമ്മൾ എപ്പോഴും തുടങ്ങുന്ന പോലെ ഒരു കിറ്റോട് കൂടിയാണ് കൊടുത്തിരിക്കുന്നത്. ഹെഡ്ലൈറ്റിൽ തന്നെ അത്യാവശ്യം നല്ല രീതിയിലൊക്കെ മാറ്റമുണ്ട്. ഫുള്ളി LED ഹെഡ് ലാമ്പാണ് വന്നേക്കുന്നത്. വൈസർ കൊടുത്തിട്ടുണ്ട്. ഈ നമ്പർ പ്ലേറ്റ് മൾഗാഡെ എന്നാണ് കൊടുത്തിരുന്നെങ്കിൽ കുറച്ചുകൂടി അതിനെ കാണാനായിട്ട് ഒരു എടുപ്പുണ്ടായിരിക്കും. പക്ഷെ നല്ല ക്വാളിറ്റിയിലാണ് മൾഗാഡ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് നേരെ സൈഡ് പ്രൊഫൈലിലേക്ക് വരാം. ഇതാണ് സൈഡ് പ്രൊഫൈൽ. ഇവിടുന്ന് തന്നെ ഈ ഒരു ഭാഗത്തുനിന്ന് ഇങ്ങോട്ട് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോർണറ്റിന്റെ ഏകദേശ രൂപങ്ങളും കാര്യങ്ങളും കിട്ടും. സൈഡിലേക്ക് നോക്കാനിട്ട് ഇവിടെ 200 എന്നൊരു ബാഡ്ജിങ് കാണാം. ഇത് സ്റ്റിക്കറാണ്, പെയിന്റ് അല്ല. ഫുള്ളി ഫൈബർ പാർട്സ് ആണ് വന്നേക്കുന്നത്. ഇവിടെയായിട്ട് ഹോണ്ടയുടെ ഒരു എംബ്ലോവും കൊടുത്തിട്ടുണ്ട്. താഴത്തായിട്ട് ചെളി തെറിക്കാതിരിക്കാൻ വേണ്ടി വെച്ചേക്കാണ്. പക്ഷെ എന്നാലും നല്ല രീതിക്ക് ചെളി തെറിക്കും. നിങ്ങൾക്ക് അകത്തായിട്ട് നോക്കിയാൽ കാണാം. എൻജിൻ പ്രൊട്ടക്ടറാണ്. സൈഡിലേക്ക് വരാനത്ത് CB200X എന്നൊരു ബാഡ്ജിങ് ഉണ്ട്. ഇതൊരു ചെറിയൊരു ഇളക്കമുണ്ട് കേട്ടോ ഈ സാധനത്തിന്. ഇത്രയും വലിയ ക്വാളിറ്റി ഇല്ല. ഇതാണ് നമ്മുടെ സൈലൻസർ ഏരിയ. നോക്കിയേ, ഹോർണറ്റിൽ നിന്ന് വ്യത്യാസമുണ്ട് കേട്ടോ. കുറച്ചുകൂടി സൈലൻസർ ചെറുതായിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിലേക്ക് വരാം. ഈ ഹോർണറ്റുമായിട്ട് സാമ്യം തോന്നിക്കുന്നത് ഈ ഒരു ബ്രേക്ക് ലൈറ്റ് ആണ്. എക്സ് മോഡൽ ബ്രേക്ക് ലൈറ്റ് ആണ് ഹോർണറ്റുമായിട്ട് സാമ്യം തോന്നിക്കുന്നത്. എന്നിരുന്നാലും ബാക്കിൽ LED ഇൻഡിക്കേറ്റേഴ്സ് വന്നിട്ടുണ്ട്. ഇത് കൊള്ളാം കേട്ടോ. അത്യാവശ്യം നല്ല ഒരു ഡിസൈനാണ് ബാക്കിൽ നിന്ന് നോക്കാനത്ത് ടൈലാമിന് കൊടുത്തിരിക്കുന്നത്. നമ്പർ പ്ലേറ്റ് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ഒരു റിഫ്ലക്ടർ ഇതിൻ്റെ അടിയിലായിട്ടൊരു LED ലൈറ്റും കൂടി കൊടുത്തിട്ടുണ്ട്. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്പർ പ്ലേറ്റ് കാണാൻ വേണ്ടിയിട്ടാണ്. സൈഡിലായിട്ട് വരാനത്ത് സാരി കാർഡ് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ലൊരു കാര്യമാണ്. ഈ അമ്മമാരെയൊക്കെ കയറ്റിയിരുത്തി വണ്ടിയെ യാത്ര ചെയ്യാൻ നേരത്ത് സാരി തുമ്പും കാര്യങ്ങളൊക്കെ ഇടയിൽ പോയിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് കൊടുത്തേക്കുന്നത്. നോർമലി നമ്മൾ ടൂർ പോകുന്ന ആളുകളാണെങ്കിൽ ഈ സാധനങ്ങളൊക്കെ എടുത്തു മാറ്റും. അതൊക്കെ പോട്ടെ, അത്രയുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ അപ്പുറത്ത് കണ്ട കാര്യങ്ങൾ മാത്രമേ ഇപ്പുറത്തുള്ളൂ. നമ്മുടെ CB200X എന്നുള്ളൊരു ബാഡ്ജിങ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ മീറ്റർ കൺസോളിലേക്ക് വരാം. താക്കോല് ഇടുന്നത് ഇപ്പോഴത്തെ പുതിയ മോഡലിൽ എല്ലാ ബൈക്കിലും വരുന്ന പോലെ തന്നെയാണ്. അത് ഈ ഒരു സെന്ററായിട്ടാണ് വന്നത്. ഒറ്റ നോട്ടത്തിൽ എനിക്ക് ഈ കണ്ടപ്പോഴത്തേക്കും ഒരു ഇതുമായിട്ട് തോന്നിയ കാര്യം ഹാൻഡിൽ ബാറാണ്. ഇത് കണ്ട ഭയങ്കര വണ്ണത്തിലാണ് കൊടുത്തേക്കണത്. ഇവിടുന്ന് ഈ നടുക്കൊക്കെ ഭയങ്കര വണ്ണത്. ഈ സൈഡിലേക്ക് വരുമ്പോഴത്തേക്ക് നോക്കി തീരെ നൈസായിട്ട് വന്നേക്കുന്നത്. കൊള്ളാം. എന്തായാലും എന്നിരുന്നാലും അത്യാവശ്യം നല്ലൊരു ഹാൻഡിൽ ബാറായിട്ട് തോന്നാം. ഇതാണ് നമ്മുടെ മീറ്റർ വരുന്നത്. നോർമലി ഉള്ള ഒരു മീറ്റർ തന്നെയാണ്. ഈ രണ്ട് സൈഡിലായിട്ടാണ് ഇൻഡിക്കേറ്റർ വന്നേക്കുന്നത്. പിന്നെ ഫ്യൂവലിൻ്റെ കാണിച്ചിട്ടുണ്ട്, ടൈം കാണിച്ചിട്ടുണ്ട്, ആവറേജ് കാണിച്ചിട്ടുണ്ട്. താഴത്തായിട്ട് എൻജിൻ ചെക്ക് കാണിച്ചിട്ടുണ്ട്, ന്യൂട്രൽ പോയിന്റ്, ABS, പാസ് ലൈറ്റ്, സൈഡ് സ്റ്റാൻഡ്. നമ്മൾ സൈഡ് സ്റ്റാൻഡിലാണ് വെച്ച് അടിക്കണമെങ്കിൽ വണ്ടി എടുക്കുകയില്ല. ഇപ്പോഴത്തെ പുതിയ മോഡൽ എല്ലാത്തിലും കാണുന്ന പോലെ തന്നെയാണ്. ഇവിടെയായിട്ട് ഹോണ്ടയുടെ ഒരു ചെറിയ എംബ്ലവും കൊടുത്തിട്ടുണ്ട്. ഇതൊരിക്കലും കാർബൺ ഫൈബർ അല്ല, ഇത് വെറുതെ പ്ലാസ്റ്റിക്കാണ് വെച്ചിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ മീറ്ററിലെ കാര്യങ്ങൾ. ഇനി നമുക്ക് ഹാൻഡിൽ ബാറിലേക്ക് വരാം. ഇതാണ് എൻജിൻ ഗിൽ സ്വിച്ചും ഓണാക്കുന്നത്. പിന്നെ ഇതിൽ തന്നെ സ്റ്റാർട്ട് ബട്ടൺ കൂടി വന്നിരുന്നെങ്കിൽ പുതിയ മോഡൽ ബൈക്കിൽ വരുന്ന എല്ലാ കാര്യങ്ങളും ഒറ്റ ഇതിൽ തന്നെ കിട്ടിയേനെ. ഇവിടെ ആയിട്ട് ഹസാർഡ് കൊടുത്തിട്ടുണ്ട്, സ്റ്റാർട്ട് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഇപ്പുറത്ത് പാസ് ലൈറ്റും കാര്യങ്ങളും. ഇവിടെ നമ്മുടെ ചൂണ്ടുവരലിൽ തന്നെ കേട്ടോ പാസ് ലൈറ്റ് വന്നേക്കണത്. ഇതാണ് നമ്മുടെ ഹൈ ബീം, ലോ ബീം, ഇൻഡിക്കേറ്റർ, ഹോണ്. അത്യാവശ്യം നല്ലൊരു ലൗഡായിട്ടുള്ള ഹോൺ തന്നെയാണ്. ഹോണറ്റിലൊക്കെ ഇരിക്കുന്ന ആ ഹോൺ സെയിം ഹോൺ തന്നെയാണെന്നാണ് തോന്നണം, ആ ഒരു സൗണ്ട് കേട്ടിട്ട്. ഇനി നമുക്ക് എൻജിൻ സ്പെക്ക്, വീൽ ബേസ് കാര്യങ്ങളിലൊക്കെ വരാം. 200cc ബൈക്കാണേലും എല്ലാത്തിലും കാണിക്കുന്ന പോലെ തന്നെ 184cc ഈ ബൈക്കുള്ളൂ. മാക്സിമം പവർ വരുന്നത് 8500 RPM-ൽ 17.03 HP ആണ് പവർ വരുന്നത്. മാക്സിമം ടോർക്ക് വരുന്നത് 6000 RPM-ൽ 15.9 Nm ആണ് ടോർക്ക് വരുന്നത്. ഇതിനകത്ത് മൈലേജ് കമ്പനി ആവശ്യപ്പെടുന്നത് 43 km ആണ്. എന്നിരുന്നാലും അത്യാവശ്യം മൈലേജ് കാര്യങ്ങളൊക്കെ ഉണ്ടാകും. താക്കോലൊന്ന് ഓഫ് ചെയ്തേക്കാം, ബാറ്ററി ചാർജ് ഇറക്കിയൊക്കെ വേണ്ട. ഇത് ഒരു സിംഗിൾ ചാനൽ ABS വരുന്ന ബ്രേക്കിംഗ് സിസ്റ്റം ആട്ടെ ഈ വാഹനത്തിൽ വരുന്നത്. ഇതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 147 kg ആണ്. ഹൈറ്റ് വരുന്നത് 810 mm ആണ്. ഗ്രൗണ്ട് ക്ലിയറൻസ് 167 mm ഉണ്ട്. ഓവറോൾ ലെങ്ത് വരുന്നത് 2035 mm ആണ്. നമ്മൾ ഫ്രണ്ട് ഏരിയയിൽ നിന്ന് നോക്കാൻ നേരത്ത് ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ വന്ന സ്ഥലമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഗോൾഡൻ USD ഫോർക്ക് ആകട്ടാ. എന്തായാലും നമുക്ക് പെട്ടെന്നൊരു എന്താ പറയുക, നോട്ടം കിട്ടുന്ന ഒരു ഏരിയയാണ് ആ ഫോർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. കാണാനും അത്യാവശ്യം നല്ല ഭംഗിയാണ്. ഈ ഒരു വാഹനത്തിൽ എടുത്തു നിൽക്കുന്ന ഒരു ഓപ്ഷൻ ആട്ടോ കാണുന്നത്. പിന്നെ ഇതിനകത്ത് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്നാണെന്നറിയാം, ഞാൻ ഇൻഡിക്കേറ്റർ പറഞ്ഞിട്ടില്ല.
ഹാൻഡ് ഗാർഡിൽ തന്നെയാണ് ഇൻഡിക്കേറ്റർ വന്നിരിക്കുന്നത്. അതും LED ആകട്ടെ, 2 സൈഡിലും വന്നിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഹസാർഡ് ഇട്ട് ഞാൻ ഇതൊന്ന് കാണിച്ചു തരാം. ബാക്ക് വ്യൂ ഹസാർഡ് ഇട്ട് അങ്ങനെ എല്ലാം കാണുന്നതാണ്. സൈഡിലായിട്ട് എൻ്റെ പോക്കറ്റ് പോലെ എയറിൻ്റെ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഈ കമ്പനി കൊടുത്തിരിക്കുന്ന ക്രാഷ് കാർഡിനെ നല്ലത് എവിടെന്നെങ്കിലും ഒരു സെപ്പറേറ്റ് ഒരു ക്രാഷ് കാർഡ് മേടിച്ച് വെക്കണമെങ്കിൽ വീഴുമ്പോഴത്തേക്കും വണ്ടിക്ക് ഒന്നും പറ്റാതിരിക്കും. കാരണം ഫുള്ള് ഫൈബർ പാർട്സ് ആയതുകൊണ്ടാണ് പ്രശ്നം വന്നേക്കുന്നത്. നമ്മൾ ഫ്രണ്ടിൽ നിന്ന് നോക്കുന്ന സമയത്തെ ഈ ഒരു വൈസറിന് ഈ ഒരു ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ട്. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കാണുന്ന ഷേപ്പ് ആ ഒരു രീതിയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അവിടെ ഹാൻഡ് ഗാർഡ് വരുന്ന ആ ഒരു പോർഷനിലാണ് കൊടുത്തേക്കുന്ന ആ ഷേപ്പ് കേട്ടോ. ഇവിടെ കറക്റ്റായിട്ട് നോക്കിയാൽ ഹാൻഡ് ചരിച്ചു വെച്ചേക്കാണ്. ഈ ഒരു ഏരിയ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ഈ ഒരു ടൂറിംഗ് ബൈക്ക് എന്ന പേര് പറഞ്ഞാലും ഇതിനകത്ത് ഇല്ലാത്തൊരു കാര്യം എന്നാണെന്നറിയാമോ? ടൂർ പോകുന്നവർക്ക് ഏറ്റവും കൂടുതൽ ആവശ്യകരമായിട്ട് വന്നത് ഇതിനകത്തൊരു USB ചാർജിങ് സ്ലോട്ടാണ്. ഞാൻ ഇതിനകത്ത് മൊത്തം നോക്കിയിട്ട് ആ സാധനം മാത്രം കണ്ടില്ല കേട്ടോ. നീ ഇതിനകത്തൊക്കെ എവിടെയെങ്കിലും വെച്ചിട്ടുണ്ടോയെന്ന് അറിയാൻ മേല. അപ്പം ഇത്രയാണ് ഇവൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. ഇനി വാഹനത്തിൽ കയറി ഇരുന്നിട്ടുള്ള ഒരു സീറ്റിംഗ് പൊസിഷൻ എന്ന് പറയുന്നത് ഇതാണ്. സ്റ്റാൻഡ് കെട്ടിയേക്കാം. എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഫ്ലാറ്റ് ഫുട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അത്യാവശ്യം കംഫർട്ടബിൾ ആണ്. ഓടിച്ചു നോക്കിയപ്പോഴത്തേക്കും അത്യാവശ്യം നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഒരു 200 സെഗ്മെന്റിൽ വാഹനം ഓടിക്കുന്ന ഫീല് കിട്ടുന്നില്ല, എന്നാലും വാഹനത്തിനൊരു സ്മൂത്ത്നെസ് ഉണ്ട്. ഏതോ പുതിയ വണ്ടിയാണേലും കുറച്ച് സ്മൂത്ത് ആയിരിക്കുമല്ലോ. ഇനി നമുക്ക് ഇതിൻ്റെ എക്സോസിൻ്റെ നോട്ടൊന്ന് കേൾക്കാൻ. സ്കൂട്ടറിലിടട്ടെ. മൈക്ക് കയ്യിലാണ് ഇരിക്കണത്. മൈക്ക് ഊരി എടുക്കട്ടെ ആദ്യം. പുതിയ വണ്ടിയാണ്, വെറുതെ അധികം റവ് ചെയ്ത് നശിപ്പിക്കണ്ട. ഇതാണ് ഇതിൻ്റെ എക്സോസ്റ്റ് നോട്ട്. ഇത്രയേ ഉള്ളൂ ഈ വാഹനത്തിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഇനിയും പുതിയ വണ്ടിയായിട്ടൊക്കെ വരാൻ കേട്ടോ. അപ്പോൾ ഈ സമയം എന്ന് പറയുന്നത് ജോലി ടൈമിനിടക്ക് ചോറുണ്ണാവുന്ന സമയത്തെടുത്ത വീഡിയോയാണ്. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ബൈ ബൈ.